ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. അതായത് ഇന്ന് ഏപ്രിൽ മാസം 23-ാം തീയതിയാണ്. ഇന്ന് റിലീസ് ചെയ്ത സിനിമകളും ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം, അതായത് ഏപ്രിൽ മാസം 24-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അതുകൂടാതെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന കുറച്ച് സിനിമകളുടെയും സീരീസുകളുടെ അപ്ഡേറ്റുകളും ഉണ്ട്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്ക്. അതിൽ ഒന്നാമത്തെ സിനിമ എന്നുള്ളത് ഒരു ജാപ്പനീസ് ആക്ഷൻ ക്രൈം ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ബുള്ളറ്റ് ട്രെയിൻ എക്സ്പ്ലോഷൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ജാപ്പനീസ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ ഇന്ന് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്ത സിനിമ മലയാളത്തിൽ റിലീസ് ചെയ്ത് നല്ലൊരു വിജയം കരസ്ഥമാക്കിയ ഒരു റൊമാൻറ്റിക് കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു ബ്രൊമാൻസ് എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമ എന്ന് OTT റിലീസ് ചെയ്യുന്ന പലരും കമന്റ് ബോക്സ് ചോദിക്കാറുണ്ടായിരുന്നു. ഇന്ന് ഈ സിനിമയുടെ ഒഫീഷ്യൽ OTT അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. സോണി ലീവാണ് ഈ സിനിമയുടെ OTT റൈറ്റ് സ്വന്തമാക്കിയിട്ടുള്ളത്. സോണി ലീവിൽ ഈ ഒരു സിനിമ മെയ് മാസം 1-ാം തീയതി മലയാളം കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളായിട്ട് റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത സിനിമ എന്നുള്ളത് നമ്മുടെ ഉണ്ണിമുകുന്ദൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു അപ്ഡേറ്റ് ആണ്. ഒരു അൺഒഫീഷ്യൽ അപ്ഡേറ്റ് ആണ് കേട്ടോ. ഈ സിനിമയുടെ OTT റൈറ്റ്സ് മനോരമ മാക്സ് ആണ് സ്വന്തമാക്കിയിട്ടുള്ളത്. മെയ് മാസം 8-ാം തീയതി ഈ ഒരു സിനിമ മനോരമ മാക്സ് റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അൺഒഫീഷ്യൽ അപ്ഡേറ്റ് ആണ്. എന്തായാലും ഒഫീഷ്യൽ അപ്ഡേറ്റ് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു സീരീസാണ്, ഒരു ഫാൻറ്റസി ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് സീരീസാണ് വെഡ്നസ്ഡേ എന്ന് പറഞ്ഞ സീരീസ്. ഈ ഒരു സീരീസിൻ്റെ സെക്കൻഡ് സീസണിൻ്റെ ടീസറും കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. റിലീസ് ഡേറ്റ് കാര്യങ്ങളൊക്കെ പുറത്തു വന്നു. പാർട്ട് 1, അതായത് ഈ ഒരു സീരീസിൻ്റെ സെക്കൻഡ് സീസണിൻ്റെ പാർട്ട് 1 ആഗസ്റ്റ് മാസം 6-ാം തീയതിയും പാർട്ട് 2 സെപ്റ്റംബർ മാസം 3-ാം തീയതി റിലീസ് ചെയ്യുന്നതാണ്. വെഡ്നസ്ഡേ എന്ന് പറഞ്ഞ സീരീസിൻ്റെ ഫസ്റ്റ് സീസൺ കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരും കണ്ടു നോക്കുക. ഒരു ഫാൻറ്റസി ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സീരീസാണ്. ഒരു കിഡ്ലർ സീരീസാണ് കേട്ടോ വെഡ്നസ്ഡേ പറഞ്ഞ ഈ ഒരു സീരീസ്. അപ്പോൾ നെറ്റ്ഫ്ലിക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. മൾട്ടി ഓഡിയോ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്തതെന്നുള്ളത് മലയാളത്തിൽ ഏറ്റവും വലിയൊരു വിജയം കരസ്ഥമാക്കിയ ലാലേട്ടൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയാണ്. പൃഥ്വിരാജ് സംവിധാനം ചെയ്ത സിനിമയായിരുന്നു. ഈ ഒരു സിനിമ ജിയോ ഹോട്ട്സ്റ്റാർ വഴി ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം, അതായത് ഏപ്രിൽ മാസം 24-ാം തീയതി മലയാളം ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളായിട്ട് റിലീസ് ചെയ്യുന്നതാണ്. ഹിന്ദി ഓഡിയോ ഇതിന് ശേഷം മാത്രമേ വരുള്ളൂ എന്നുള്ളതാണ്. അപ്ഡേറ്റുകളൊന്നും പുറത്തു വന്നിട്ടില്ല. അടുത്ത നമ്മുടെ ചിയാ വിക്രം പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ക്രൈം ആക്ഷൻ ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു വീര ധീര സൂരൻ പാർട്ട് 2 എന്ന് പറഞ്ഞ സിനിമ. ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമ OTT റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. തമിഴ് ഭാഷ കൂടാതെ തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം, അതായത് ഏപ്രിൽ മാസം 24-ാം തീയതി ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തത് ജോൺ അബ്രഹാം പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു സിനിമയായിരുന്നു ദ ഡിപ്ലോമാറ്റ് എന്ന് പറഞ്ഞ ഹിന്ദി മൂവി. നെറ്റ്ഫ്ലിക്സാണ് ഈ സിനിമയുടെ OTT റൈറ്റ് സ്വന്തമാക്കിയിട്ടുള്ളത്. മെയ് മാസത്തിൽ ഈ സിനിമയുടെ OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത സിനിമ ഒരു ഡ്രാമ അഡ്വഞ്ചർ ഫാമിലി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. എ ഡോഗ്സ് വേ ഹോം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളും സീരീസുകളാണ് ഇന്ന് റിലീസ് ചെയ്തതും ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം നാളെ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതും ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളുമായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിലേക്ക് സിനിമകളും സീരീസുകളാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്, നിങ്ങൾ കണ്ടത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയെന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.